വികസന പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്നത് കാണണമെങ്കിൽ ചാത്തന്നൂർ നിയോജക മണ്ഡലം സന്ദർശിച്ചാൽ മതി. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കി ജനകീയ അഭിലാഷങ്ങളുടെ സ്വപ്നഭൂമിയായി മണ്ഡലം മാറുകയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ള വിതരണം, സ്കൂൾ അടിസ്ഥാന സൗകര്യ വികസനം, പാലം നിർമ്മാണം തുടങ്ങി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്. പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യം, പശ്ചാത്തല സൗകര്യങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കിയാണ് ചാത്തന്നൂർ മണ്ഡലം വികസന മുന്നേറ്റം കൈവരിക്കുന്നത്. ₹28 കോടി ചെലവിൽ പൂർത്തിയാക്കിയ കല്ലുവാതുക്കൽ കുടിവെള്ള പദ്ധതിയും ചാത്തന്നൂർ കുടിവെള്ള പദ്ധതിയും നാടിന്റെ ദാഹമകറ്റാൻ ഏറെ സഹായകമായി. വിദ്യാഭ്യാസ രംഗത്ത് KPHSന് 1.60 കോടി രൂപയും, ചിറക്കര GHSന് 1 കോടി രൂപയും, ചാത്തന്നൂർ GLPSന് 1.90 കോടി രൂപയും അനുവദിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഈ മുന്നേറ്റം ശ്രദ്ധേയമാണെന്ന് മണ്ഡലം MLA GS ജയലാൽ വ്യക്തമാക്കി. കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ കിഫ്ബി വഹിക്കുന്ന പങ്ക് വിവരണാതീതമാണ്. നമ്മൾ സ്വപ്നതുല്യമായ വികസനമാണ് കേരളത്തിൽ കിഫ്ബി വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പരിശോധിക്കുമ്പോൾ 1,10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ കിഫ്ബി വഴി ഈ ഗവൺമെൻറ് ഈ 10 വർഷത്തിനകത്ത് നടപ്പിലാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പം ചാത്തന്നൂർ മണ്ഡലത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ, അത് സമഗ്രം ചാത്തന്നൂർ എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ കാർഷിക മേഖലയിൽ, മറ്റ് പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ ഒക്കെ നടപ്പിലാക്കുന്ന പദ്ധതികളുണ്ട്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിവിധ സ്കൂളുകൾക്ക്, അത് ഹൈസ്കൂളുകൾ, ഇപ്പോൾ ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായാലും, പൂവക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായാലും, നെടുങ്കോലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായാലും, തെക്കുംഭാഗം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായാലും, ആദിച്ചല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായാലും, കല്ലുവാതുക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളായാലും, ചിറക്കര ഗവൺമെൻറ് ഹൈസ്കൂളായാലും, നെടുങ്കോലം ഗവൺമെൻറ് ഹൈസ്കൂളായാലും, ഉളിയനാട് ഗവൺമെൻറ് ഹൈസ്കൂളായാലും, കലക്കോട് UPS ആയാലും, അതുപോലെ പിന്നെ എല്ലാ സ്കൂളും, അടുതല LPS, കോയിപ്പാട് LPS, കൂനയിൽ LPS, കൊട്ടപ്പുറ LPS, വിസ്താര പാരിപ്പള്ളി LPS, എല്ലാ സ്കൂളുകളും, വേളമാനൂർ UPS, എല്ലാ സ്കൂളുകളിലും 5 കോടി, 3 കോടി, 1 കോടി ഇങ്ങനെ രീതിയിലുള്ള വികസന പ്രവർത്തനം. നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ തന്നെ 100 കോടിയോളം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നാടിന്റെ സമസ്ത മേഖലകളിലും പുരോഗതിയിലേക്ക് കുതിക്കുന്ന മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിലേക്ക് 31.60 കോടി രൂപ വിനിയോഗിച്ചിട്ടുണ്ട്. ചിറക്കര PHSക്ക് 1.75 കോടി രൂപയും, പരവൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് 60 ലക്ഷം രൂപയും, കല്ലുവാതുക്കൽ ഹോമിയോ ആശുപത്രിക്ക് 25 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി ഈ ഗവൺമെൻറ് വരുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അവസരം മെഡിക്കൽ കോളേജായിരുന്നു. ആ മെഡിക്കൽ കോളേജിനെ 500 പോസ്റ്റുകൾ തുടക്കത്തിൽ ഈ ഗവൺമെൻറ് വന്ന് 4 മാസത്തിനകത്ത് 500 പോസ്റ്റുകൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഉൾപ്പെടെ, പ്രിൻസിപ്പാളിനെ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള 500-ലധികം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഏതാണ്ട് അതിനുശേഷം പിന്നെ എല്ലാം കൂടി 1000-ഓളം പോസ്റ്റുകൾ, ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫ്, ഹൈടെക് ആയിട്ടുള്ള മറ്റ് ചികിത്സാ സൗകര്യങ്ങൾ, 1500-ലധികം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് നമുക്ക് കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചാത്തന്നൂരിൻ്റെ ആരോഗ്യ മേഖലയിൽ നെടുങ്കോലം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് ബ്ലോക്ക് ഉൾപ്പെടെ, സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ, അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് ഉൾപ്പെടെ, അത് പുതിയ പോസ്റ്റ് ക്രിയേഷൻ, 2 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാർ, അനസ്തേഷ്യ ഡോക്ടർ, ഓർത്തോ ഡോക്ടർ ഉൾപ്പെടെയുള്ള പുതിയ ഡോക്ടർമാരുടെ പോസ്റ്റ് ഉൾപ്പെടെ, പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ പോസ്റ്റ് ഉൾപ്പെടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ കലക്കോട് CHC, ചാത്തന്നൂർ FHC, പാരിപ്പള്ളി FHC, മരുതമ്പള്ളി FHC, ആച്ചല്ലൂർ FHC ഉൾപ്പെടെയുള്ള എല്ലാം കൂടി ഏതാണ്ട് 1,600-ലധികം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ആരോഗ്യ മേഖലയിൽ തന്നെ ചാത്തന്നൂർ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റുകളുടെ നവീകരണത്തിനായി 13 കോടിയിലധികം രൂപയും, റോഡുകളും പാലങ്ങളും വികസിപ്പിക്കാൻ 100 കോടിയിലധികം രൂപയും അനുവദിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചാത്തന്നൂർ ഗവൺമെന്റ് VHSS ആധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു. കിഫ്ബിയിൽ നിന്ന് 5 കോടി ഉൾപ്പെടെ 9 കോടിയുടെ പദ്ധതികൾ പൂർത്തിയാക്കി.
മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി. സ്കൂളുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുപോലെ കളിക്കളം, നമ്മുടെ ചെറുപ്പക്കാരുടെ പിന്നെ ഈ പറയുന്ന ലഹരി ഒരു വല്ലാത്ത, ഇപ്പോൾ സ്പോർട്സാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ ചെറുപ്പക്കാർക്ക് പൊതുവിടങ്ങൾ കളിക്കാൻ ഒരുക്കി കൊടുക്കുക. ഇന്നിപ്പോൾ 10-25 പേര് കളിക്കുന്ന സ്ഥലം അത് മൾട്ടിപർപ്പസ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ആക്കി മാറ്റിക്കൊണ്ട് 100-150 ആളുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മൾട്ടിപർപ്പസായി ഒരു ഗ്രൗണ്ടിന് എല്ലാ അർത്ഥത്തിലും ഫുട്ബോളും വോളിബോളും ഷട്ടിൽ ബാഡ്മിൻ്റനും ചിൽഡ്രൻസ് പാർക്കും വയോജന ക്ലബ്ബും പിന്നെ ഈ എന്താ പറയുക ഓപ്പൺ ജിംനേഷ്യം ഉൾപ്പെടെയുള്ള അങ്ങനെ ആ സ്ഥലത്തിൻ്റെ സാധ്യതയ്ക്കനുസരിച്ച് കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പദ്ധതി കളിക്കളം ചാത്തന്നൂർ എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ ചാത്തന്നൂർ നടപ്പിലാക്കണം. അതിൻ്റെ ഭാഗമായിട്ട് പുതക്കുളം മിനി സ്റ്റേഡിയം ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടായി മാറിക്കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ നല്ല ഉപയോഗിക്കും. ചെറക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ട്, തെക്കുംഭാഗം ഗവൺമെൻറ് ഹൈസ്കൂൾ, 1 കോടി രൂപയാണ് ചെറക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ട്, 1,25 ലക്ഷം രൂപയാണ് തെക്കുംഭാഗം ഹൈസ്കൂൾ ഗ്രൗണ്ട്, 1,30 ലക്ഷം രൂപയാണ് മിനി സ്റ്റേഡിയം, 1,90 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് കല്ലുവാതിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ട്, അതുപോലെ മീനാട് MC പുരം ഗ്രൗണ്ട്, മീനാട് സാംസ്കാരിക ഗ്രൗണ്ട്, പിന്നെ 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് നടക്കൽ ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. പൊയ്യപ്പള്ളി ഗ്രൗണ്ട് 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. അങ്ങനെ 15 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ആ മേഖലയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു അംഗൻവാടികൾ നവീകരണം, പൊൻകിരണം ചാത്തന്നൂർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 50ഓളം അംഗൻവാടികളാണ് ഹൈടെക് അംഗൻവാടികളായി. അത് എല്ലാ അർത്ഥത്തിലും ഹൈടെക് അംഗൻവാടികളാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന പ്രവർത്തനം നടക്കുകയാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 28 കോടി രൂപ ചെലവഴിച്ച് കല്ലുവാതിക്കൽ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കി. 68 കോടി രൂപ ചെലവഴിച്ച് ചാത്തന്നൂർ കുടിവെള്ള പദ്ധതി കിഫ്ബി ഫണ്ടിലൂടെ യാഥാർത്ഥ്യമായി. കല്ലുവാതിക്കൽ പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ജലവിതരണ ശൃംഖലയ്ക്കായി 58 കോടി രൂപയും അനുവദിച്ചു. വലിയ മാറ്റമാണ് PWD റോഡുകളുടെ ഭാഗത്തുണ്ടായത്. അതുപോലെ പാലങ്ങൾ, നമ്മുടെ ഇത്തിക്കര ആറിന് കുറുകെ 2 കിലോമീറ്ററിനുള്ള 4 പാലങ്ങളാണ്. കേരളത്തിൽ 2 കിലോമീറ്ററിനുള്ള ഒരു ആറിന് കുറുകെ 4 പാലങ്ങൾ ചെയ്യുന്ന ഏക സ്ഥലം ചാത്തന്നൂരായിരിക്കും. അത് വലിയ അഭിമാനമുണ്ട്. അതിൽ പള്ളിക്കവനടി പാലം, കുമ്മല്ലൂർ പാലം, പള്ളിക്കവനടി 12 കോടിയാണ്, കുമ്മല്ലൂർ പാലം വേണ്ട 7 കോടിയോളം രൂപയാണ്, നെഹ്റു പാലം 8 കോടി രൂപയാണ്, അത് ആനാഞ്ച നടപ്പാലം 2 കോടിയോളം രൂപയാണ്. അപ്പം 4 പാലങ്ങൾ. ഒല്ലാൽ മേപ്പാലം 4 ദശാബ്ദം മുമ്പ് നമ്മുടെ നാട്ടിലൊരു ജനപ്രതിനിധി കല്ലിട്ടിട്ട് പോയതാണ്. ബഡ്ജറ്റ് പൈസ ഉണ്ടായിരുന്നില്ല. ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വേണ്ടി വന്നു അത് ഏറ്റെടുക്കാൻ. 38 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ആ മേപ്പാലത്തിൻ്റെ എല്ലാം ഡിസൈനും എല്ലാം റെഡിയായി. ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു. റെയിൽവേയുടെ അംഗീകാരം വാങ്ങാൻ വേണ്ടി 4 കൊല്ലമാണ് റെയിൽവേ തടസ്സപ്പെടുത്തിയത്. നമ്മളത് ഗവൺമെൻറ് പ്രത്യേകമായി ഇടപെട്ടുകൊണ്ടാണ് ആ സാങ്ഷൻ വാങ്ങിയെടുത്തത്. ഒല്ലാൽ മേപ്പാലം, മാമ്മൂട്ടി കടവ് കായൽപ്പാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെറും വായ്ത്താരിയായി അര നൂറ്റാണ്ടായി ഉണ്ടായിരുന്നൊരു പ്രോജക്റ്റാണ്. അതിപ്പോൾ ഈ ഗവൺമെൻറ് അതിന് പ്രാഥമിക നടപടി ആരംഭിച്ചു. 35 ലക്ഷം രൂപ അനുവദിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് എല്ലാം 2-3 വർഷം എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് എല്ലാം പൂർത്തിയാക്കി 120 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇപ്പോൾ ഗവൺമെൻറ് സമർപ്പിച്ചിരിക്കുകയാണ് കിഫ്ബി വഴി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ആ നടപടിയിലേക്ക് നമ്മൾ പോവുകയാണ്. കിഫ്ബിയാണ് നമുക്ക് അതിനെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു മാർഗം. അപ്പോൾ അത് ഇപ്പോൾ ഒരു പ്രോജക്റ്റായി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കപ്പെട്ടു. മറ്റത് വെറും വൈത്താരി മാത്രമായിരുന്നു. കേരളത്തിൽ എല്ലാ വില്ലേജുകളും ഡിജിറ്റൽ സർവേ നടത്തുന്ന ഏക നിയോജക മണ്ഡലം ചാത്തന്നൂരായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ജനപക്ഷം ചാത്തന്നൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ സർക്കാർ ഓഫീസുകളുടെ സ്മാർട്ട് സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നേടിയ മണ്ഡലമായതുകൊണ്ടാണ് സംസ്ഥാനത്ത് ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത നടപ്പിലാക്കാനായിട്ട് ഗവൺമെൻറ് ഈ മണ്ഡലം തിരഞ്ഞെടുത്തത്. സംസ്ഥാനത്ത് ആദ്യമായി എല്ലാ വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടത്താനുള്ള മണ്ഡലമായിട്ട് ഈ മണ്ഡലം തിരഞ്ഞെടുത്തതെല്ലാം ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്ന് മാറ്റമാണ്. അപ്പം റോഡുകളും പാലങ്ങളും അത്തരം കാര്യങ്ങൾ മാത്രമല്ല, സ്മാർട്ട് സർവീസ്, ഒരു പുതിയ സേവന സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ പശ്ചാത്തല സൗകര്യ വികസനങ്ങളെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത് കിഫ്ബിയുടെയൊക്കെ സഹായത്തോടു കൂടിയാണ്. ഏതാണ്ട് 2000-ലധികം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് കിഫ്ബി ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചാത്തന്നൂർ മണ്ഡലത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷമാണ് ചാത്തന്നൂരുകാർക്കുള്ളത്. അത് ഈ ഗവൺമെൻറ്റിനോട് തീർത്താൽ തീരാത്ത നന്ദിയുള്ളവരായിരിക്കും എന്നും ചാത്തന്നൂരുകാരെന്നുള്ളത് സന്തോഷപൂർവ്വം ഓർമ്മിക്കുകയാണ്. വികസനത്തിന്റെ പാതയിലൂടെ മുന്നേറുന്ന ചാത്തന്നൂർ മണ്ഡലം സമഗ്ര പുരോഗതിയിലൂടെ പുതിയ ചരിത്രം കുറിച്ച് മുന്നേറുകയാണ്.